ശക്തമായിട്ട് മുന്നോട്ട് പോകുന്നു. അതോടൊപ്പം തന്നെ എടശ്ശേരിയിൽ നിന്ന് മരണപ്പെട്ട പ്രിയപ്പെട്ട ആസിഫ്, അദ്ദേഹത്തിന്റെ മാതാപിതാക്കളിലൂടെ എത്തിയിട്ടുണ്ട്. തളിക്കുളത്ത് നടന്ന ആക്സിഡന്റിൽ പലർക്കും ഒരു തെറ്റിദ്ധാരണ വന്നു. 4 പേരല്ലേ കഴിഞ്ഞ വർഷം നടന്ന ആക്സിഡന്റിൽ മരണപ്പെട്ടത്, 5ാമത്തേത് ആരാണ്? 5ാമത്തേത് ഈ കൂട്ടത്തിലുള്ളതല്ല, മറിച്ച് എടശ്ശേരിയിലുള്ള വിദ്യാർത്ഥിയായിരുന്നു, കൂട്ടുകാരനായിരുന്നു. തളിക്കുളത്ത് നടന്ന ആക്സിഡന്റിലാണ് ആ ചെറുപ്പക്കാരൻ മരണപ്പെട്ടത്. ഈ 5 പേരുടെയും മഗ്ഫിറത്തിന് മാത്രമല്ല, നമ്മുടെ ഈ പള്ളി ഖബർസ്ഥാനിൽ മറമടഞ്ഞു പോയ മുഴുവൻ ആളുകൾക്കും വേണ്ടിയാണ് ഈ പ്രോഗ്രാം. പ്രത്യേകിച്ച് നാം കൂട്ടത്തിൽ ആ കുട്ടികളെ, നാം നമ്മുടെ പ്രിയപ്പെട്ട കൂട്ടുകാരെ നാം ഓർമ്മിക്കുന്നു എന്ന് മാത്രം. അവരുടെ ആഖിറം വെളിച്ചമാക്കുക, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, അവരുടെ സ്മരണകൾ അയവിറക്കുക. അതുമൂലം നമ്മുടെ നാട്ടിൽ വളർന്നു വരുന്ന ചെറുപ്പക്കാർക്കിടയിലേക്ക് ദീനീ ബോധം എത്തിക്കുക. ഈ ഒരൊറ്റ ലക്ഷ്യം മാത്രമാണ് ഇത്രമാത്രം ഈ ത്യാഗം സഹിച്ചുകൊണ്ട് ഈ പ്രോഗ്രാം ഇവിടെ സംഘടിപ്പിക്കാൻ നമ്മെ പ്രചോദിപ്പിച്ച ഘടകം. മറ്റൊന്ന്, ഇത് സംഘടിപ്പിച്ചിരിക്കുന്നത് ഇസ്ലാമിക് സർവീസ് ആൻഡ് റിസർച്ച് അക്കാദമി എന്ന് പറയുന്ന പുതിയൊരു സംവിധാനമാണ്. നിങ്ങളൊക്കെ ആലോചിക്കുന്നുണ്ടാവും, ഏതാണ് ഈ ഇസ്ര? ഇസ്ര എന്ന ചുരുക്കപ്പേരിലാണ് ഇത് അറിയപ്പെടുന്നത്. ഏതാണ് ഈ ഇസ്ര? എന്തിനു വേണ്ടിയാണ് ഇസ്ര രൂപം കൊണ്ടത്? പ്രിയപ്പെട്ടവരെ, വ്യക്തിപരമായ ലക്ഷ്യങ്ങൾക്ക് വേണ്ടിയല്ല, അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള സ്ഥാനമാനങ്ങൾക്ക് വേണ്ടിയല്ല, മറിച്ച് നമ്മുടെ നാടിന്റെ പുരോഗതി ലക്ഷ്യം വെച്ചുകൊണ്ട്, നമ്മുടെ നാടിന്റെ ആത്മീയമായ ഉന്നതി ലക്ഷ്യം വെച്ചുകൊണ്ട്, നമ്മുടെ നാട്ടിലെ ചെറുപ്പക്കാരുടെ ദീനീ വിദ്യാഭ്യാസം ലക്ഷ്യം വെച്ചുകൊണ്ട്, നമ്മുടെ നാട്ടിലെ മുസ്ലിം സഹോദരിമാരുടെ വിദ്യാഭ്യാസ നവോത്ഥാനത്തിന് വേണ്ടി, അതിനൊക്കെ വേണ്ടിയാണ് ഇസ്ര രൂപം കൊണ്ടത്. ഞാൻ അത് പരത്തി പറയുന്നില്ല. അൽഹംദുലില്ലാ, നാം ഇപ്പോൾ ഈ നിലകൊള്ളുന്ന സ്ഥലം അത് നമ്മൾ വിലക്കെടുത്തിരിക്കുകയാണ്. കരാറ് കഴിഞ്ഞു. അൽഹംദുലില്ലാ, നമുക്ക് വിലക്കെടുക്കണം. 9 മാസത്തെ ടൈമുണ്ട്. 1,35,000 രൂപ കൊടുത്തിട്ടാണ് നാം ഈ സ്ഥലം മേടിച്ചിരിക്കുന്നത്. 42 സെന്റ് സ്ഥലമുണ്ട്. അൽഹംദുലില്ലാ, നാം ഇവിടെ തുടങ്ങാൻ ആഗ്രഹിക്കുന്നത് വലിയ രൂപത്തിലുള്ള ഖുർആൻ അക്കാദമിയാണ്. നമ്മുടെ മക്കൾ, നമ്മുടെ നാട്ടിലെ കുട്ടികൾ ഖുർആനിലൂടെ വളരണം. നമ്മുടെ മക്കൾ ഖുർആൻ മനഃപ്പാഠമാക്കാൻ കഴിയണം. നമ്മുടെ മക്കൾക്ക് ഖുർആനിലൂടെ ജീവിക്കാനുള്ള സംവിധാനം ഉണ്ടാകണം. അതിനൊക്കെ ഉപരിയുക്തമാകുന്ന രൂപത്തിൽ ഖുർആൻ റിസർച്ച് സെന്റർ ഉൾപ്പെടെയുള്ള വൻ പദ്ധതിയാണ് നാം ഇവിടെ ഉദ്ദേശിക്കുന്നത്. അതുകൂടാതെ തന്നെ ഫാക്കൽറ്റി ഓഫ് ഇസ്ലാമിക് സയൻസ് എന്ന പേരിൽ നമ്മുടെ നാട്ടിലെ ചെറുപ്പക്കാർക്ക് ഇസ്ലാമിക പാണ്ഡിത്യത്തോടൊപ്പം PG വിദ്യാഭ്യാസവും അതോടൊപ്പമുള്ള വിദ്യാഭ്യാസ ട്രെയിനിങ്ങുകളും PSCയുടെയും UPSCയുടെയും ഒക്കെ എക്സാമുകൾ എഴുതാനും IAS പോലെയുള്ള സിവിൽ സർവീസ് പരീക്ഷകൾക്ക് അവർക്ക് പ്രചോദനം നൽകാനും സാധ്യമാകുന്ന രൂപത്തിൽ വലിയൊരു വിദ്യാഭ്യാസ സമുച്ചയമാണ് ഈ സ്ഥലത്ത് വരാനിരിക്കുന്നത്. നിങ്ങൾക്ക് ദുആ ചെയ്യുക, അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. രണ്ടാമതൊരു സ്ഥാപനം, നമുക്കറിയാം, നമ്മുടെ പെൺകുട്ടികൾ അന്യാധീനപ്പെട്ടു പോകുന്ന കഥകൾ നാം ഒരുപാട് കേട്ടവരാണ്. വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ മറവിൽ, വിദ്യാഭ്യാസ കോഴ്സുകളുടെ മറവിൽ നമ്മുടെ വീട്ടിന് പോലും നഷ്ടപ്പെടുന്ന രൂപത്തിൽ, നമ്മുടെ തറവാടിന് പോലും, നമ്മുടെ കുടുംബക്കാർക്ക് പോലും മാനക്കേടുണ്ടാക്കുന്ന രൂപത്തിൽ നമ്മുടെ പെൺകുട്ടികൾ പുറംതിരിഞ്ഞു പോകുന്ന അവസ്ഥയുണ്ട്. അവർക്ക് നമുക്ക് ഉന്നത വിദ്യാഭ്യാസം കൊടുക്കാൻ സാധിക്കണം. ഡിഗ്രിയും PGയും കൊടുത്ത് അവരെ ഇസ്ലാമിക ചുറ്റുപാടോടൊപ്പം ഇസ്ലാമിക വിദ്യാഭ്യാസം നൽകി അവരെ നല്ല മക്കളാക്കി വളർത്തിയെടുക്കണം. അതിനുവേണ്ടി അൽഹംദുലില്ലാ, ഗണേശമംഗലം പടിഞ്ഞാറ് ഭാഗത്ത് 3 ഏക്കറോളം സ്ഥലം നാം ഇസ്രയുടെ പേരിൽ കരാർ ചെയ്തിട്ടുണ്ട്. അൽഹംദുലില്ലാ, അവിടെ ഉദ്ദേശിക്കുന്നത് 2012 അധ്യയന വർഷത്തോടുകൂടി നമ്മുടെ മക്കൾ 10ാം ക്ലാസ് പാസ്സായി കഴിഞ്ഞാൽ +1 മുതൽ PG വരെ വളരെ സ്വസ്ഥമായി ഇസ്ലാമിക അന്തരീക്ഷത്തിൽ ഇസ്ലാമിക വിദ്യാഭ്യാസത്തോടൊപ്പം അവർക്ക് നാം PG വരെ പഠിക്കാനുള്ള വലിയൊരു ക്യാമ്പസ് ആണ് നാം ഇവിടെ സജ്ജീകരിക്കാൻ പോകുന്നത്. നിങ്ങളുടെയൊക്കെ ആത്മാർത്ഥമായ പിന്തുണയുണ്ടെങ്കിൽ, നിങ്ങളുടെയൊക്കെ ആത്മാർത്ഥമായ ദുആ ഉണ്ടെങ്കിൽ, നിങ്ങളുടെയൊക്കെ ആത്മാർത്ഥമായ സഹകരണം ഉണ്ടെങ്കിൽ പദ്ധതി വിജയിക്കും. അതിനുവേണ്ടി നിങ്ങളുടെ മുഴുവൻ എല്ലാവിധത്തിലുള്ള സപ്പോർട്ടുകളും നാം ആഗ്രഹിക്കുകയാണ്. ഇത് ഏതെങ്കിലും വിഭാഗത്തെ വളർത്താനുള്ളതല്ല. നമ്മുടെ നാട്ടിൽ അഹ്ലുസ് സുന്നത്തി വൽ ജമാഅ അതിന്റെ ആശയാദർശങ്ങൾ വളരണം. ബിദ്അത്തിന്റെ ശക്തികൾ ഇവിടെ കൊമ്പുകുലുക്കി വളർന്നു വരുമ്പോൾ അവരെ പ്രതിരോധിക്കാനും നമ്മുടെ നാട് മഹാനായ ഉമർ ഖാദി റളിയല്ലാഹു അൻഹു ശിലാസ്ഥാപനം നടത്തിയ പള്ളിയാണ് നമ്മുടെ തൊട്ടടുത്തുള്ളത്. ആ മഹാനായ ഉമർ ഖാദിയുടെ ഹക്ക് കൊണ്ട് നമ്മുടെ നാട്ടിലെ സുന്നത്തി ജമാഅത്തിന്റെ പ്രവർത്തനങ്ങൾ, ഇസ്ലാമിന്റെ പ്രവർത്തനങ്ങൾ, അത് ഇസ്ലാമികമായ ശൈലിയിലും രൂപത്തിലും ഭാവത്തിലും പാരമ്പര്യമായി നമ്മുടെ മഹാത്മാക്കൾ എങ്ങനെയാണോ നമുക്ക് പഠിപ്പിച്ചു തന്നത്, ആ രൂപത്തിൽ നമുക്ക് ഇസ്ലാമിക പ്രബോധനം സാധ്യമാക്കാൻ കഴിയുന്ന രൂപത്തിൽ വലിയൊരു വിദ്യാഭ്യാസ വിപ്ലവം, അതോടൊപ്പം തന്നെ നമ്മുടെ നാട്ടിലെ ജനങ്ങൾക്കും നമ്മുടെ നാട്ടിലെ ഉമ്മമാർക്കും നമ്മുടെ നാട്ടിലെ സാധാരണക്കാർക്കുമൊക്കെ പഠിക്കാനും ചിന്തിക്കാനും സാധ്യമാകുന്ന രൂപത്തിലുള്ള വലിയ വിദ്യാഭ്യാസ സംവിധാനത്തിനാണ് നാം തുടക്കം കുറിക്കാൻ പോകുന്നത്. നിങ്ങളുടെയൊക്കെ പ്രാർത്ഥനകൾ, നിങ്ങളുടെയൊക്കെ സഹകരണം, ആത്മാർത്ഥമായ ദുആ ഉണ്ടാകണമെന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് ഇഷ്കേ റസൂൽ സംഗമം ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി ബഹുമാനപ്പെട്ട PK ബാവദാരിമിയെ അധ്യക്ഷൻ അനുമതിയോടുകൂടി സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.